ഇന്ന് പകലും നമ്മുടെ നിലവുകളെ മാറ്റി എഴുതി നമുക്കായി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിട്ടുണ്ട്. ശത്രു നിനക്കെതിരായി എഴുതിയ രേഖകളെ ഇന്ന് പകൽ ദൈവ സാന്നിധ്യത്തിൽ ഇന്ന് പകൽ അതിനെ നിഷ്ഫലമാക്കിക്കൊണ്ട്, അതിനെ കീറി എറിഞ്ഞുകൊണ്ട് ഇന്ന് പകൽ സ്വർഗം നിനക്ക് വേണ്ടി ചിലത് എഴുതുകയാണ്. നിന്റെ തലമുറകൾക്ക് വേണ്ടി സ്വർഗം ഇന്ന് പകൽ ചിലത് എഴുതുകയാണ്. അവൻ ചലിച്ചാൽ ആർക്കും അവനെ തടയാൻ കഴിയില്ല. അവന്റെ കരം ചലിച്ചാൽ ആർക്കും അതിനെ മടക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി നീട്ടിയാൽ ആർക്കും ആ കരത്തെ മടക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ആമേൻ ഹല്ലേലൂയ തടയാൻ കഴിയാത്ത ദൈവിക പ്രവർത്തികൾ ഇന്ന് പകൽ നിന്റെ ഭവനത്തിൽ വെളിപ്പെടുന്ന പകലാണ്. വിശ്വസിക്കുന്നവർ മാത്രം ആ കരങ്ങളെ തട്ടി ദുഷ്ടന്റെ ആലോചനകൾ നശിച്ചു പോകും. ദുഷ്ടന്റെ ആലോചനകൾ നശിച്ചു പോകും. മനുഷ്യന്റെ അസൂയകൾ ആമേൻ അത് നശിച്ചു പോകും. നിന്റെ തകർച്ച കാണാൻ കൊതിച്ചു നിൽക്കുന്നവരുടെ മുൻപിൽ ഇന്ന് പകൽ ദൈവം നിന്നെ ഉയർത്തിപ്പിടിക്കുമെന്ന്. നിന്റെ താഴ്ച കാണാൻ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ ഇന്ന് പകൽ ദൈവം നിന്നെ ഉയർത്തിപ്പിടിക്കുമെന്ന് ദൈവത്തിന്റെ ഇന്ന് പകൽ ആരെങ്കിലും ഒക്കെ എന്തിനെങ്കിലും ഓർത്ത് ഭാരത്തോടെ ഇതിനകത്തിരിക്കുന്നെങ്കിൽ ദൈവജനമേ, ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. സർവശക്തൻ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇത്രത്തോളം നമ്മെ സഹായിച്ച ദൈവത്തെ നന്ദിയോടെ നമുക്കൊന്ന് ചേർന്ന് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിക്കാം. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേൽക്കാം. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി. എത്ര പേർ പറയും, ഇത്രത്തോളം എന്റെ ദൈവം എന്നെ സഹായിച്ചു, ഇത്രത്തോളം എന്റെ ദൈവം എന്നെ നടത്തി. ഏകനെന്ന് തോന്നിയ വേളകളിലും ആരോ എന്റെ കൂടെ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. മരണനിഴലിന്റെ താഴ്വരയിലൂടെ ഞാൻ നടന്നപ്പോഴും ശരണമായ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ അത് ഓർക്കുമ്പോൾ നാവ് അടക്കി വെക്കാൻ കഴിയാത്തവർ ഇതിനകത്തുണ്ടെങ്കിൽ ഹൃദയം തുറന്ന് നന്ദിയോടെ 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 ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് ഉയർത്താം. ജീസസ്. എല്ലാ തരങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. അവൻ ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് ഒന്നോർത്തെ ഒരു നിമിഷം എടുത്തൊന്നോർത്തെ കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഒന്ന് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ധ്യാനത്തോടെ നന്ദിയോടെ നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. സാക്ഷ്യം ഒന്ന് പാടിക്കേ. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു.
സഹായിച്ചു. ഇത്രത്തോളം സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഏകനായി നിന്ദ്യനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ. ഏകനായി നിന്ദ്യനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ. സ്വന്തം വീട്ടിൽ ചേർത്തുകൊള്ളാമെന്നു രക്ഷനാഥനെ. ഇത്രത്തോളമേവോ ശതമുയർത്തി സ്വന്തം വീട്ടിൽ ചേർത്തുകൊള്ളാമെന്നു രക്ഷനാഥനെ. ഇത്രത്തോളമേവോ സഹായം. ഇത്രത്തോളമേവോ സഹായിച്ചു. ഓ ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഹല്ലേലൂയ. ഇത്രത്തോളമേവോ സഹായിച്ചു. ഓ ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ ഓ നിന്നെ ഉയർത്തി. ഇത്രത്തോളമേവോ സഹായിച്ചു. ഇത്രത്തോളമേവോ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളമേവോ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഒന്നുമില്ലായ്മയിൽ ഇത്രത്തോളം നമ്മെ ഉയർത്തിയ നല്ല ദൈവത്തെ. നിന്നെ ഉയർത്തി. ഇത്രത്തോളമേവോ നമ്മെ ഉയർത്തിയ ദൈവത്തെ ശബ്ദമുയർത്തി. നിന്നെ ഉയർത്തി. ഇത്രത്തോളമേവോ സഹായിച്ചു. ഓ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരും. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ യേശുവേ. ജനം ചേർന്ന് എണ്ണമില്ല നന്മകൾ എന്നിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോ. നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടും. എണ്ണമില്ല നന്മകൾ ശബ്ദമുയർത്തി. എണ്ണമില്ല നന്മകൾ എന്നിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോ. നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്നെ നാവ ചൊല്ലിടുവാനാ. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്നെ നാവ ചൊല്ലിടും. നിത്യസ്നേഹമോർക്കുമ്പോ വൻ കൃപകളോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും.
Jesus, 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 Jesus. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായവനെ, ഞങ്ങളുടെ കോട്ടയായവനെ, ഞങ്ങളുടെ പരിചയായവനെ, ഞങ്ങളുടെ ശരണസ്ഥലമായവനെ, ഞങ്ങൾ അങ്ങേ ഉയർത്തുന്നു. നിത്യ സ്നേഹമോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ദീർഘക്ഷമയ്ക്കും മഹാദയയ്ക്കുമായി ഇന്ന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി. ഓ ശരവതനസ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവേ, 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 യേശുവേ. യഹോവ ഈരേ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ സൗഖ്യദായകൻ, സൗഖ്യദായകൻ, നിന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. അവനിൽ ആശ്രയിക്കുന്നവർ ശബ്ദം ഉയർത്തി നീ മാത്രം, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ എലോഹിം, സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താലുളവായെല്ലാം. യഹോവ എല്യോൻ, അത്യുന്നതൻ നീ. അങ്ങേ പോലെ, അങ്ങേ പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം, യഹോവ ശാലോം, എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ. സമാധാനം അനുഭവിച്ചു. യഹോവ ശാലോം, എൻ സമാധാനം. Come on, come on, അനുഭവിച്ചേ. നൽകി നിൻ ശാന്തി എന്നിൽ. നീ മാത്രം, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശുവേ നീ മാത്രം, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. ഹൃദയത്തിൽ നിന്നൊന്ന് പാടുമോ? നീ മാത്രം, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. യേശുവേ നീ മാത്രം, മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്.
ആശ്രയിപ്പാൻ ഒരുവൻ, ആശ്വാസം നൽകുവാൻ ഒരുവൻ, എന്റെയും നിങ്ങളുടെയും വേദനകളെ അറിയുന്ന ഒരുവൻ, എന്റെയും നിങ്ങളുടെയും മുറിവുകളെ ഉണക്കുവാൻ കഴിയുന്ന ഒരുവൻ, എന്റെയും നിങ്ങളുടെയും ഞരക്കം കേൾക്കുന്ന ഒരുവൻ. ഇന്ന് പകൽ അവന്റെ നാമമത്ര യേശു ക്രിസ്തു. ഒരിക്കൽ കൂടി ആ ഹൃദയം തുറന്ന് യേശുവേ, മറ്റെന്തിനേക്കാൾ ഇന്ന് പകൽ ഞങ്ങൾക്ക് അങ്ങേ വേണം, ഞങ്ങൾക്ക് അങ്ങേ വേണം, ഞങ്ങൾക്ക് അങ്ങേ വേണം. യേശുവേ, ഞങ്ങൾക്ക് അങ്ങയാണ് വേണ്ടത്. ഈ ലോകത്തിൽ മറ്റാർക്കും ഞങ്ങളെ സംതൃപ്തി നൽകാൻ കഴിയില്ല. ഈ ലോകത്തിൽ മറ്റൊന്നിനും ഞങ്ങൾക്ക് സംതൃപ്തി നൽകാൻ കഴിയില്ല. ഞങ്ങൾക്ക് സംതൃപ്തി ലഭിക്കുന്ന ഏക ഇടം അത് അങ്ങയുടെ സാന്നിധ്യമാണ്. യേശുവേ, ഞങ്ങൾക്ക് അങ്ങേ വേണം. യേശുവേ, ഞങ്ങൾക്ക് അങ്ങേ വേണം. യേശുവേ, ഞങ്ങൾക്ക് അധികമായി 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 നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. കർത്താവ് ഇന്ന് പകൽ ആദ്യ സ്നേഹത്തിലേക്ക് ചിലരെ ദൈവം തിരിച്ചു വിളിക്കുകയാണ്. സ്നേഹിക്കുന്നു യേശുവേ എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഹൃദയം കൊണ്ട് അവനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് പകൽ യേശു നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളുമായുള്ള ആദ്യമുണ്ടായിരുന്ന ആദ്യ സ്നേഹത്തിലേക്ക് ഇന്ന് പകൽ യേശു നിങ്ങളെ ക്ഷണിക്കുകയാണ്. എങ്ങനെ ഇത്ര പെട്ടെന്ന് ആ സ്നേഹത്തിൽ നിന്നും നിങ്ങൾക്ക് പോകുവാൻ കഴിഞ്ഞു? എങ്ങനെ ഇത്ര പെട്ടെന്ന് കർത്താവ് നിങ്ങൾക്ക് ചെയ്തത് മറക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു? എങ്ങനെ ഇത്ര പെട്ടെന്ന് തണുത്തുപോയി? എങ്ങനെ ഇത്ര പെട്ടെന്ന് അവനിൽ നിന്ന് അകന്നുപോയി? എങ്ങനെ ഇത്ര പെട്ടെന്ന് എല്ലാം മറന്ന് അവനിൽ നിന്ന് ഓടി അകലുവാൻ നിനക്ക് കഴിഞ്ഞു? രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം
അവന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായി പോയിട്ടുമില്ല. പിന്നെ എന്ത് സംഭവിച്ചു? നിങ്ങളുടെ പാപമാണ് അവനിൽ നിന്ന് നിങ്ങളെ അകറ്റിയത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു അവനോട് ഒരിക്കൽ കൂടി അടുത്തു വരാം? ആ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്ന ആ സ്നേഹത്തിന്റെ ഊഷ്മളതയിലേക്ക് ദൈവം ഇന്ന് പകൽ നിങ്ങളെ തിരികെ വിളിക്കുകയാണ്. അവനും നിങ്ങൾക്കും ഇടയിൽ ഒന്നിനും സ്ഥാനമില്ല, ആർക്കും സ്ഥാനമില്ല, ഒരു നന്മയ്ക്കും സ്ഥാനമില്ല. അവൻ ഒഴികെ നിനക്കുള്ളതൊന്നും നന്മയല്ല. ഇന്ന് പകൽ ദൈവമുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ. എന്റെ കർത്താവിനെ മാറ്റി നിർത്തി എനിക്ക് ലോകത്തിൽ ഒന്നും നേടാനില്ല, എനിക്കൊന്നും ചേർത്തു പിടിക്കാനില്ല. Jesus, Jesus, Jesus. Ora shamthana diaragal khamanagadagasiyantana. Oh Jesus, 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 Jesus. ഇന്ന് പകൽ ആ വലിയ സ്നേഹത്തിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങളെ ഒന്ന് അടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാൽ. കഴിഞ്ഞ ആഴ്ച എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഓക്കെ ആയിരുന്നു. സ്തോത്രം. കർത്താവ് നമ്മെ സൂക്ഷിച്ചു, കർത്താവ് നമ്മെ കരുതി. ഒറ്റ വാക്കി പറഞ്ഞ കർത്താവ് ചെയ്യേണ്ടതെല്ലാം നമുക്ക് ചെയ്തു തന്നു. പക്ഷെ എൻ്റെ ചോദ്യം, ഇതെല്ലാം ലഭിച്ചിട്ടും അകത്തെന്തോ ഒരു ശൂന്യത അനുഭവിച്ചൊരു ഇതിനകത്തുണ്ടോ? എന്താണെന്ന് കാരണം പറയാൻ അറിയത്തില്ല. പക്ഷെ ഒരു വലിയ വിഷമം ഞങ്ങളെ ഭരിക്കുന്നെന്ന് പറയുന്നവർ ഇതിനകത്തുണ്ടോ? വേറെ ഒന്നുമല്ല, കർത്താവുമായുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങൾ ദൂരെയാണ്. സ്തോത്രം. നമ്മൾ ഓർക്കുന്നത് ഒരു കുടുംബ പ്രാർത്ഥന കൊണ്ട് ആ ബന്ധത്തിലേക്ക് കയറാമെന്ന്, നമ്മൾ ഓർക്കുന്നത് ഒരു അധ്യായം വായിച്ചത് കൊണ്ട് ആ ബന്ധത്തിലേക്ക് കയറാമെന്ന് അല്ല. കർത്താവുമായി സദാസമയം സംസാരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക്, ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക്, ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ദൈവം എന്നോട് ഇടപെടുന്നത് തിരിച്ചറിയാൻ കഴിയുന്ന ആ തലത്തിലേക്ക് ഇന്ന് പകൽ ദൈവം ചിലരെ മടക്കി വിളിക്കുകയാണ്. ഇന്ന് പകൽ എത്ര പേർ കരം ഉയർത്തി പറയും, കർത്താവേ എൻ്റെ ഹൃദയകാഠിന്യം ഒന്ന് മാറ്റണേ കർത്താവേ, അങ്ങയുടെ സ്നേഹം അനുഭവിക്കാൻ വീണ്ടും എന്നെ ഒന്ന് ഒരുക്കണമെന്ന് എത്ര പേരൊന്ന് പറയും? കാൽവറിയിൽ നമ്മോട് യേശു കാണിച്ച ആ സ്നേഹത്തിന്റെ പ്രദർശനം ഇന്ന് പകലും ഓർക്കാൻ കഴിയുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുകയാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ടത് വർണ്ണിക്കാൻ കഴിയത്തില്ല, പക്ഷെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളത് അനുഭവിച്ച് നമ്മൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് പകലും ആ യേശുവിന്റെ സ്നേഹം അനുഭവിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. കരങ്ങളെ ചേർത്തടിച്ച് ഹല്ലേലൂയ. ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അത് ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആമേൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ദൈവമേ നിൻ മക സ്നേഹമതിൽ വിധമാർക്കു ചിന്തിച്ചറിയാം. ഓ ദൈവമേ നിൻ മക സ്നേഹമതിൽ വിധമാർക്കു ചിന്തിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാതെ ആഴമായ സ്നേഹമേ, അതിനാഴമളന്നിടാതെ എന്തതിശയമേ ദൈവത്തിൻ
മനോഹരമേ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആയിരം 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 നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ. പതിനായിരത്തിലൊരംശം ചൊല്ലിടുവാൻ ആയിര സാധ്യമോ. പതിനായിരത്തിലൊരംശം ചൊല്ലിടുവാൻ ആയിര സാധ്യമോ. എന്തതിശയമേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹമോ. ഇതിനകത്ത് നിൽക്കുന്ന എല്ലാവരും ഇന്ന് പകരം ആ സ്നേഹം അനുഭവിക്കട്ടെ. ആ സ്നേഹം അനുഭവിക്കട്ടെ. ഓ പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവാ. ഓ പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവാ. സ്നേഹമാവിയെ നീ എന്നെ സ്നേഹിച്ചതോ എന്നിലാശ്ചര്യമേ ഇടുന്നേ. സ്നേഹമാവിയെ നീ എന്നെ സ്നേഹിച്ചതോ എന്നിലാശ്ചര്യമേ ഇടുന്നേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ.
ഈ ഭൂമിയിൽ യേശുവിന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയാതെ പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം അതായിരിക്കും. കാരണം തൻ്റെ അടുക്കൽ വരുന്ന ആരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഹൃദയമുള്ളൊരു ദൈവം. ഈ ഉലകത്തിൽ അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് യേശു അല്ലാതെ വേറെ ആരുമില്ല. വേറെ ആരുമില്ല. ചോദ്യങ്ങൾ ചോദിക്കാതെ, നിബന്ധനകൾ വെക്കാതെ, നിന്റെ പേരോ നാളോ നിന്റെ ജാതിയോ നിന്റെ വർണ്ണമോ നോക്കാതെ നിന്നെ മാർവോട് ചേർത്തണക്കാൻ കഴിയുന്ന ഒരു ദൈവം ഈ ഉലകത്തിലുണ്ടെങ്കിൽ എന്റെ യേശു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ സഹോദര ഇത്ര ആവേശം, അതുകൊണ്ടാ സഹോദരി ഇത്ര ആവേശം. എത്ര പറഞ്ഞാലും തീരത്തില്ല. ഒരു കണ്ണിനും ദയ തോന്നാതെ കിടന്ന എന്നോട് അവന് ദയ തോന്നി. ആർക്കും വേണ്ടാത്ത എന്നോട് അവൻ ഇഷ്ടം തോന്നി, അവന് സ്നേഹം തോന്നി. എങ്ങനെ നന്ദി പറയാതിരിക്കും? ഇന്നല്ലേ ഞങ്ങളെ നിങ്ങൾ കണ്ടത്? ഇന്നല്ലേ ഞങ്ങളെ നിങ്ങൾ കണ്ടത്? പക്ഷെ ആരും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കണ്ണുനീരിന് വില നൽകാത്ത കാലങ്ങൾ, ഞങ്ങളെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്ന കാലങ്ങൾ, ഞങ്ങളുടെ വേദനകൾ മാത്രമായി ഒതുങ്ങിയ കാലങ്ങൾ. എന്നാൽ അന്നും ഒരുവൻ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ നിർമ്മിച്ചവൻ, ഞങ്ങളുടെ അമ്മയുടെ ഉദരങ്ങളിൽ ഞങ്ങളായിരുന്നപ്പോ ഞങ്ങളെ പേർ ചൊല്ലി വിളിച്ചവൻ. എന്തു ഞാൻ നൽകിടും പകരമായി? ഹൃദയം തന്നിടും പൂർണ്ണമായി. 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 കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം കർത്താവേ. പാടും ഞാൻ കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം കർത്താവേ. ആരും നിർബന്ധിക്കാതെ അവനെ സ്തുതിക്കുന്നവർ ചേർന്ന് കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം കർത്താവേ. അളവില്ലാത്ത സ്നേഹത്താൽ കരുതുന്നവൻ, അളവില്ലാത്ത സ്നേഹത്താൽ ഇന്ന് പകലും അവൻ നിന്നെ അളവില്ലാത്ത സ്നേഹത്താൽ കരുതുന്നവൻ, അളവില്ലാത്ത അടുത്ത് വന്നവരൊക്കെ ഉപദ്രവിച്ച്, ദ്രോഹിച്ച്, മുറിവേൽപ്പിച്ച്, വേദനിപ്പിച്ച സാക്ഷ്യമാണ് നിനക്കുള്ളത്. അതുകൊണ്ടാണ്
ഇന്ന് പകലും യേശു തമ്പുരാൻ കരം നീട്ടി നിന്നിട്ടും നിനക്ക് അവന്റെ കരങ്ങളിലേക്ക് കയറുവാൻ കഴിയാത്തത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരിക്കൽ യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് അവനുള്ളതെല്ലാം കവർന്നെടുക്കപ്പെട്ട് അവനെ അടിച്ച് അവനെ തകർത്ത് അവനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയി. പലരും അതിലെ കടന്നുപോയി. അവൻ അവരെ സഹായിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. പക്ഷെ ആരും അവനെ കണ്ട ഭാവം നടിച്ചില്ല. എന്നാൽ അതിനുശേഷം ഒരു ശമരിയക്കാരൻ അതിലെ വന്നു. ഇവന്റെ കിടപ്പ് കണ്ടപ്പോ ആ ശമരിയക്കാരന് അവനോട് മനസ്സലിവ് തോന്നി. എന്റെയും നിങ്ങളുടെയും അവസ്ഥയിൽ മനസ്സലിവ് തോന്നിയ ഒരുവനേ ഉള്ളത് യേശുവാണ്. അവൻ നമ്മുടെ മുറിവുകളിൽ എണ്ണയൊഴിച്ചു, നമ്മെ അവൻ തൈലം പൂശി, നമ്മുടെ മുറിവുകളെ കെട്ടി, നമ്മെ അവൻ കരുതി. കർത്താവ് പറഞ്ഞു, ആ ശമരിയക്കാരൻ പറഞ്ഞു, ഞാൻ പോകുന്നു, അധികമായി എന്തെങ്കിലും ചെലവിട്ടാൽ അത് ഞാൻ വരുമ്പം തന്നുകൊള്ളാം. ഇന്ന് പകലും ആവശ്യങ്ങളെ എല്ലാം തക്ക സമയത്ത് നിറവേറ്റുന്ന നല്ല കർത്താവിനെ ഹൃദയം തുറന്ന് ആരാധിക്കാൻ കഴിയുന്ന ദൈവജനത്തെ ഓർത്ത് ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തുതിക്കുക. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഞങ്ങളോട് മനസ്സലിവ് തോന്നിയ നല്ല ശമരിയക്കാരൻ അങ്ങാണല്ലോ. അങ്ങുകൂടി ഞങ്ങളെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഈ ലോകത്ത് ഞങ്ങൾ കാണില്ലായിരുന്നു. എന്നാൽ അങ്ങേക്ക് ഞങ്ങളോട് തോന്നിയ മനസ്സലിവിന് നന്ദി, അങ്ങേക്ക് ഞങ്ങളോട് തോന്നിയ സ്നേഹത്തിന് നന്ദി, അങ്ങേക്ക് ഞങ്ങളോട് തോന്നിയ പരിഗണനയ്ക്ക് നന്ദി. എല്ലാവരും ഞങ്ങളെ അവഗണിച്ചപ്പോഴും ഞങ്ങളെ ചേർത്ത് പിടിച്ച ഞങ്ങളുടെ യേശു കർത്താവേ, ഇനിയുള്ള ജീവിതം അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ, നന്ദികേട് കാണിക്കാനല്ല, മറിച്ച് നന്ദിയുള്ളവരായി ഞങ്ങളുടെ യേശു അപ്പായ ഉയർത്താൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം നൽകാൻ ഞങ്ങളെ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ വലിയത് അങ്ങയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മെ